ഞാനീ പറയുന്ന കാര്യങ്ങൾ ഈ നമ്പർ വൺ കേരളത്തിൽ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒന്നാമതാണെന്ന് നമ്മൾ സ്വയം പറഞ്ഞു നടക്കുന്ന ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം ഈ നാട്ടിൽ ഈ ഗൾഫ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ ഒരുപാടുണ്ട്. നമ്മൾ മഴക്കാലത്ത് കൂണുകൾ, ഈ കൂണെന്ന് പറയും, മഴക്കാലത്ത് ഇങ്ങനെ പൊട്ടിമുളച്ച് വന്ന കൂണുകൾ പോലെ ഇഷ്ടംപോലെ ഏജൻസികളുണ്ട്. അതുകൂടാണ്ട് അവരുടെ കുറേ സബ് ഏജൻസികൾ, ഇതിൽ മിക്കതിനും ലൈസൻസ് ഇല്ല. ഈ ലൈസൻസ് ഇല്ലാത്ത ഏജൻസികൾക്കെതിരെ നമ്മൾ നമ്മുടെ പോലീസ് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ഏജൻസികൾ ആളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ ഒരു കാൻഡിഡേറ്റിന് നടന്നാൽ, അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ഏജൻസികൾ തന്നെ പറഞ്ഞ ജോലിക്ക് വിട്ടിട്ട് ആ ജോലി കിട്ടാതെ വരുന്ന ഒരുപാട് യുവാക്കളുണ്ട്. അല്ലെങ്കിൽ ആ ജോലിയിൽ ഒരുപാട് പണം ആവശ്യപ്പെട്ട്, ചെറിയ ജോലിയായിരിക്കും, ചിലപ്പോൾ ഒരു ക്ലീനറിൻ്റെ ജോലിയായിരിക്കും, 1,50,000 രൂപയായിരിക്കും ഇവർ ആവശ്യപ്പെടുന്നത്. അത് ഈ തുകയൊക്കെ ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഇതിനെതിരെ ആർക്ക് പരാതിപ്പെടും? എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഇവിടെ ഒരു സിസ്റ്റം ഇല്ല ആ ഒരു കാര്യത്തിൽ. കാരണം ഈ ഏജൻസികളും, ഈ ലൈസൻസ് ഉള്ള ഏജൻസികളാണെങ്കിൽ ഇവർ ഡൽഹിയിൽ നിന്നാണ് ഏജൻസിയുടെ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. 50,00,000 രൂപയും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളും ബോണ്ടുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇവർ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നല്ല പൊളിറ്റിക്കൽ പവറോടുകൂടിയും രാഷ്ട്രീയക്കാരുടെയും മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ, കേന്ദ്രമന്ത്രിമാരുടെയും പലരുടെയും ഒക്കെ, ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയല്ല, പല കേന്ദ്രമന്ത്രിമാരുടെയും ഒക്കെ മക്കളും അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് നിയമത്തിൻ്റെ മൈനസ് പോയിൻറ്റ്സ് എല്ലാം അറിഞ്ഞിട്ടാണ് ഈ ബിസിനസ് നടത്തുന്നത്. കാരണം ഇതിനെതിരെ നമുക്ക് ഒരു തരത്തിലും ഒരു ഏജൻസി നമ്മളുടെ ഒരു അമിത ഫീസ് ഈടാക്കിയെന്നോ, അല്ലെങ്കിൽ ഒരു ഏജൻസി മറ്റുള്ള ഏജൻസി വഴി പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട്, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ഒരു ഏജൻസി ആയിരിക്കും, ഒരു എക്സ് എന്ന് പറയുന്ന ഏജൻസി ആയിരിക്കും. പക്ഷേ വൈ എന്ന് പറയുന്ന ഏജൻസി ആയിരിക്കും ഓൺലൈനിലൂടെ പരസ്യം കൊടുക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കമ്മീഷൻ അടിച്ചിട്ടുള്ളതായിരിക്കും. ആ വൈ റിസൾട്ട് എന്ന് പറയുന്ന ഏജൻസിക്ക് പിന്നെയും സബ് ഏജൻസി ആയിട്ട് കൊടുത്ത്, അപ്പോൾ ഒരു ക്ലയൻ്റ് ആയിരിക്കും, മനസ്സിലായില്ലേ? ആ ഒരു ക്ലയൻറ്റിന് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പല ഏജൻസികളാണ് ഇങ്ങനെ എക്സ് വൈ സെഡ് ഇങ്ങനെ അങ്ങോട്ട് ഒരുപാട് ഏജൻസികൾ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഇവർ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ട് പക്ക ഒരു നാൽക്കാലി കച്ചവടം പോലെ ഇവരിത് ചെയ്യുന്നതിനെതിരെ ആർക്ക് പരാതി കൊടുക്കും? ആര് ഇവർക്കെതിരെ അന്വേഷണം നടത്തും? ഇത് ഒരു പ്രസക്തമായൊരു ചോദ്യമാണ്. പോലീസിന് ഒരിക്കലും ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. ഇതൊരു സിവിൽ മാറ്ററായിട്ട് പോലീസ് നിസ്സാരവൽക്കരിക്കും. കാരണം ഇതിൻ്റെ പുറകിൽ നല്ല പൊളിറ്റിക്കൽ പവർ ഉണ്ടെന്നുള്ള കാര്യം